2 മാസത്തിന് ശേഷം പുതിയ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കോൺക്ലേവ് നടക്കുകയായിരുന്നുവെങ്കിൽ വോട്ടവകാശം നഷ്ടമാകുമായിരുന്ന ഒരു കർദിനാൾ ഉണ്ടായിരുന്നു. ജനസംഖ്യയുടെ 2% താഴെ മാത്രം വരുന്ന ക്രൈസ്തവരുള്ള മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിലെ ഇന്ത്യൻ വംശജനായ കർദിനാൾ ജോസഫ് കൗട്ട്സിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 1945 ജൂലൈ 21 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് ജുള്ളുണ്ടൂർ രൂപതയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രധാന പട്ടണമായ അമൃത്സറിലാണ് ജോസഫ് കൗട്ട്സിൻ്റെ ജനനം. ഗോവയിൽ നിന്നുള്ളവരായിരുന്നു മാതാപിതാക്കൾ. അദ്ദേഹത്തിൻ്റെ പിതാവ് പീറ്റർ ICI ഇമ്പീരിയൽ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. വൈകാതെ 2 ആൺമക്കളും ഒരു മകളുമടങ്ങുന്ന കുടുംബത്തോടൊപ്പം പിതാവ് പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് താമസം മാറി. സെൻറ്റ് പാട്രിക് ബ്രദേഴ്സിൻ്റെ കീഴിലുള്ള സെൻറ്റ് ആൻ്റണീസ് ഹൈസ്കൂളിലായിരുന്നു പഠനം. ലാഹോറിൻ്റെ സെൻറ്റ് മേരീസ് സെമിനാരിയിൽ പഠനം തുടർന്നു. കറാച്ചിയിലെ ക്രൈസ്റ്റ് ദി കിങ് സെമിനാരിയിൽ വൈദിക പഠനം പൂർത്തിയാക്കി. 1971 ജനുവരി 9 ലാഹോറിൽ വൈദികനായി അഭിഷിക്തനായി. 1988 മെയ് 5 പാകിസ്ഥാനിലെ ഹൈദരാബാദിൽ സഹായമെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേ വർഷം സെപ്റ്റംബർ 16 അഭിഷിക്തനായി. 2012 ജനുവരി 25 കറാച്ചി ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. 2011 മുതൽ 17 അവസാനം വരെ പാക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ പ്രസിഡന്റായും 2021 ഫെബ്രുവരി 11 വരെ കറാച്ചിയിലെ ആർച്ച് ബിഷപ്പായും സേവനം ചെയ്തു. 2018 ജൂൺ 28 ഫ്രാൻസിസ് പാപ്പായാണ് അദ്ദേഹത്തെ കൺസിസ്റ്ററിയിൽ കർദിനാളായി നിയമിച്ചത്. സംവാദത്തിലും മത ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിലും രാഷ്ട്രത്തിന് നൽകിയ സേവനങ്ങളും പാകിസ്ഥാൻ്റെ സാമൂഹിക ക്ഷേമത്തിനും ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും നൽകിയ സംഭാവനകളും പരിഗണിച്ച് പാക് പ്രസിഡന്റിൻ്റെ ആദരവേറ്റുവാങ്ങിയ വ്യക്തി കൂടിയാണ് കർദിനാൾ ജോസഫ്.